കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും സംഭവബഹുലമായ പ്രചരണ കാലയളവിന് ശേഷമുള്ള ഈ വിധിയെഴുത്ത് മൂന്ന് മുന്നണികൾക്കും ഏറെ നിർണായകമാണ്. ഷാഫി പറമ്പിൽ വെന്നിക്കൊടി പാറിച്ച പാലക്കാട് നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് UDF സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസിനെ ഞെട്ടിച്ച് പാർട്ടി വിട്ട പി സരിന് LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്റെ രാഷ്ട്രീയ തീരുമാനം ശരിയാണെന്ന് തെളിയിക്കുകയും വേണം. എന്നാൽ BJP ഇത്തവണ വലിയ തേരോട്ടം നടത്തുമെന്ന് ഉറപ്പിച്ചിരുന്ന മണ്ഡലത്തിൽ ഉച്ചവരെയുള്ള പോളിംഗ് പരിശോധിക്കുമ്പോൾ BJPക്ക് തിരിച്ചടി ഉണ്ട് എന്നാണ് വിലയിരുത്തൽ. നാടിളക്കി പ്രചരണം നടന്നിട്ടും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് മന്ദഗതിയിൽ തന്നെ തുടരുകയാണ്. ആദ്യ മണിക്കൂറിലെ തിരക്ക് പിന്നീട് ബൂത്തുകളിലില്ല. ആദ്യ 5 മണിക്കൂറിൽ 30.48% പോളിംഗ് രേഖപ്പെടുത്തിയത്. 11 മണി വരെയുള്ള കണക്കിൽ 2021 പോളിംഗ് ശതമാനത്തിൽ ഇത്തവണ എത്തിയിട്ടുമില്ല. 2021 അപേക്ഷിച്ച് 10% കുറവാണിത്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 75% എന്ന പോളിംഗ് നിലയിലേക്ക് എത്തുകയില്ല എന്ന് പാർട്ടികളിൽ ആശങ്കയുണ്ട്. മോക്ക് പോളിംഗിന് ശേഷം രാവിലെ 7 തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിരുന്നു. രാവിലെ 6 മണിയോടെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് ആളുകളും എത്തിയിരുന്നു. ആദ്യം തന്നെ വോട്ട് ചെയ്ത് പിന്നീടുള്ള തിരക്ക് ഒഴിവാക്കാനാണ് പലരും നേരത്തെ എത്തിയത്. വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ് രൂപപ്പെട്ടിരുന്നത്. പാലക്കാട് നഗരസഭ, പീരായിരി, കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിൽ 184 ബൂത്തുകളിലായി 1,94,706 വോട്ടർമാരാണ് ഇന്ന് വിധിയെഴുതുന്നത്. ഇതിൽ 1,290,000 പേർ സ്ത്രീ വോട്ടർമാരുമാണ്. പാലക്കാട് നഗരത്തെ കേന്ദ്രീകരിച്ചുള്ള വോട്ടുകൾ BJPക്ക് കിട്ടുമെന്ന് ദേശീയ നിർവാഹക സമിതി അംഗം ആദ്യമേ പ്രതികരിച്ചിരുന്നു. എന്നാൽ നഗരപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും BJP കേന്ദ്രങ്ങളിൽ വളരെ മന്ദഗതിയിലുള്ള പോളിംഗ് രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 40 മുതൽ 45% വരെ വോട്ടുകളാണ് BJPക്ക് ലഭിക്കുന്നത്. നഗരപ്രദേശത്തെ ഈ പോളിംഗ് ശതമാനക്കുറവ് BJPക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക എന്ന ആശങ്ക ഇപ്പോൾ BJPക്കുണ്ട്. മെട്രോമാൻ E ശ്രീധരനിലൂടെ കഴിഞ്ഞ തവണ നടത്തിയ മുന്നേറ്റം തുടരാനും ഇത്തവണ കൃഷ്ണകുമാറിലൂടെ മണ്ഡലം പിടിക്കാമെന്നും BJP കണക്കുകൂട്ടുന്നുണ്ട്. കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ ചുവടുമാറ്റം നടത്തിയതിന്റെ എഫക്റ്റും മണ്ഡലത്തിലെ വലിയ ചർച്ച തന്നെയാണ്. BJP RSS ശക്തമായ ശൃംഖലയുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റിയും പീരായിരി, മാത്തൂർ, കണ്ണാടി എന്നീ ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. പീരായിരി BJPക്ക് ജനസംഖ്യാപരമായി അനുകൂലമല്ല എന്നും കൃഷ്ണദാസ് ആദ്യമേ പറഞ്ഞിരുന്നു. മാത്രമല്ല, മൃദുസ്വരത്തിൽ അവർക്ക് ഗണ്യമായി മുസ്ലിം ജനസംഖ്യയുണ്ടെന്ന സൂചനയും നൽകിയിരുന്നു. മാത്തൂരിലും കണ്ണാടിയിലും ജനസംഖ്യാപരമായി BJPക്ക് അനുകൂലമാണെങ്കിലും പാർട്ടിക്ക് ശക്തമായ ശൃംഖലയുമില്ല. മുനിസിപ്പാലിറ്റിയിലെ 52 വാർഡുകളിൽ 28 വാർഡുകളിൽ BJPക്കും, 7 വാർഡുകൾ LDFനും, 14 വാർഡുകൾ UDFനുമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുന്നണിയായ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഒരു കൗൺസിലറുമുണ്ട്. 3 പഞ്ചായത്തുകളിലായി 52 വാർഡുകളുണ്ട്. അവിടെ BJPക്ക് 4 വാർഡുകൾ മാത്രമാണുള്ളത്. ആകെയുള്ള 52 വാർഡുകളിൽ 23 LDFനും 52 വാർഡുകളിൽ 25 UDFും ഭരിക്കുന്നുണ്ട്. 15 കണ്ണാടി പഞ്ചായത്തിൽ BJPക്ക് ഒരംഗം പോലുമില്ല. 16 മാത്തൂർ പഞ്ചായത്തിൽ BJPക്ക് ഒരംഗം മാത്രമാണ് ഉള്ളത്. ജനസംഖ്യാപരമായി അനുകൂലമല്ല എന്ന് പറഞ്ഞ് കൃഷ്ണദാസ് തള്ളിക്കളഞ്ഞ 21 പിരിയാരി പഞ്ചായത്തിൽ BJPക്ക് 3 അംഗങ്ങളാണുള്ളത്. നിയമസഭാ മണ്ഡലത്തിൽ ആകെ 104 വാർഡുകളും ഉണ്ട്. അതിൽ BJPക്ക് 32, അതായത് 28+4 എന്ന തോതിലും, LDFന് 30, അതായത് 7+23 എന്ന തോതിലും, UDFന് 42, 17+25 എന്നിങ്ങനെയുമാണ് തോത്. അതായത് മുൻ വർഷങ്ങളിലെ മുന്നേറ്റം പരിശോധിക്കുമ്പോൾ BJP തന്നെയാണ് മുന്നിലെന്ന് മനസ്സിലാക്കാം. 2015 മുതൽ പഞ്ചായത്ത്, നിയമസഭ, ലോക്സഭ എന്നിങ്ങനെ 6 തെരഞ്ഞെടുപ്പുകളിലും BJP വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിന് വിപരീതമായി ഷാഫി പറമ്പിലിന്റെ 2011 വോട്ട് ഷെയർ 42.41%. ഇത് 2016 41.77% കുറഞ്ഞു. 2028 38% കുറയുകയും ചെയ്തു. മണ്ഡലത്തിൽ മുസ്ലിം ജനസംഖ്യ 22%, ക്രിസ്ത്യൻ ജനസംഖ്യ 3%. അതിൽ കൂടുതലുള്ളത് ദളിത് ക്രിസ്ത്യാനികളും. ഭൂരിപക്ഷ ഹിന്ദു സമൂഹത്തിൽ 80ഓളം ജാതികളും ഉപജാതികളും ഉൾപ്പെടുന്നുമുണ്ട്. നായർ എന്ന വിഭാഗത്തിൽ മറ്റ് ഉപവിഭാഗങ്ങൾക്ക് പുറമെ വ്യാപാരി സമൂഹത്തിൽപ്പെട്ട മുത്തൻ, ഗുപ്തൻ, മന്നോടിയാർ, തരകൻ തുടങ്ങിയ ഉപജാതികളിൽ നിന്നുള്ളവരും പാലക്കാടുണ്ട്. മുനിസിപ്പാലിറ്റിക്കുള്ളിൽ തന്നെ ഈഴവ, മുത്തൻ സമുദായങ്ങൾ സ്വാധീനമുള്ളവരും BJPയുടെ ഉറച്ച അനുഭാവികളുമാണ്. ഈഴവ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന സാമൂഹിക സംഘടനയായ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവും, അതായത് SNDPയും ഇത്തവണ
BJP സ്ഥാനാർത്ഥിക്ക് പിന്നിൽ തന്നെയുണ്ട്. അതിലെ അംഗങ്ങൾ പാലക്കാട്ട് പ്രചരണങ്ങൾ നടത്തുമെന്നുള്ള സൂചനയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. BJPക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള നിയമസഭാ മണ്ഡലമാണ് പാലക്കാട്. 70% ഹിന്ദു വോട്ടർമാരുമുണ്ട്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തിരുന്നു. 2021 സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ E. ശ്രീധരൻ ഷാഫി പറമ്പിലിനോട് വെറും 3859 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. എന്നാൽ ഇതിനെല്ലാം പുറമെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ സന്ദീപ് വാര്യരുടെ നീക്കവും, അതായത് BJP അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പും അതിനു മുന്നോടിയായുള്ള സന്ദീപ് വാര്യരുടെ പാർട്ടി മാറലുമെല്ലാം തന്നെ BJPക്ക് തന്നെ തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തലുണ്ട്. കൃത്യമായി തന്നെ മൃദു സമീപനം സ്വീകരിക്കേണ്ട സ്ഥലത്ത് പാർട്ടി അധ്യക്ഷനായ K. സുരേന്ദ്രനെ പിഴച്ചുപോയി എന്ന അടക്കം പറച്ചിലും BJP പാർട്ടിക്കുള്ളിലുണ്ട്. അതായത് BJPക്കുള്ളിലുള്ള ഇത്തരത്തിലുള്ള പോർവിളികളെല്ലാം തന്നെ BJPക്ക് തന്നെ പാലക്കാട്, BJPയുടെ തന്നെ പ്രതീക്ഷാ മണ്ഡലമായ, BJPയുടെ തന്നെ A ക്ലാസ് മണ്ഡലമായ പാലക്കാട് തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ള ആശങ്കയും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട്. അതായത് പാലക്കാട് പോളിംഗ് ദിനത്തിലെ ഉച്ചവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ BJPക്ക് അത്ര അനുകൂലമല്ല ഘടകങ്ങൾ എന്ന് മനസ്സിലാക്കാം.